അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ളൂ ഗൈസ്. സോ ഗൈസ് എമ്പുരാൻ കണ്ട് നമ്മളത് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പടം ഒരു രക്ഷയില്ല, ഒരു കിടുക്കാച്ചി പടമാണ് ഗൈസ്. പിന്നെ പറയാൻ എന്താ വെച്ചാൽ സിനിമാറ്റോഗ്രാഫി അതും രക്ഷയില്ല. അതിൽ യൂസ് ചെയ്യുന്ന VFX ആയിക്കോട്ടെ, ഹെലികോപ്റ്റേഴ്സ് ആയിക്കോട്ടെ, റിയൽ ഹെലികോപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞത് അറിയില്ല, പക്ഷെ എന്തായാലും അടിപൊളിയാണ്. പിന്നെ ലാലേട്ടൻ്റെ കുറേ സ്ലോ മോഷൻസ് ഉണ്ട്, എന്നാലും രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ എൻ്റെ പൊന്നു ട്വിസ്റ്റ്, ലാസ്റ്റത്തെ ട്വിസ്റ്റൊക്കെ എൻ്റെ ദൈവമേ ഞാൻ കണ്ടിട്ട് അന്തം വിട്ടു ഗൈസ്. ഫസ്റ്റ് ഹാഫ് വരെ ആൾക്കാരൊക്കെ അന്തം വിട്ടിരിക്കുന്നത് എന്താ സംഭവം, ഒരു ഹോളിവുഡ് ടച്ച്, ഒരു ഹോളിവുഡ് ലെവൽ വരെ എത്തുന്ന ഒരു പടം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പടം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഒരു കിട്ടിക്കാച്ച് പടമാണ്, എല്ലാവരും മസ്റ്റ് വാച്ചാണ് ഗൈസ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക ഗൈസ്. അതും എങ്ങനെ പറഞ്ഞല്ലോ, ഈ ഫാൻസിൻ്റെ കൂടെ കാണാൻ സെറ്റാണ് ഗൈസ്, ഒരു രക്ഷയുണ്ടാവില്ല. അല്ലാണ്ട് ഫാമിലി ആയിട്ട് പോയി ഇരിക്കുന്ന കാണുന്ന ദിവസം ഫാൻസ് ആരുടെ പോയിരുന്ന് കാണുന്നതാവും, അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച് ഗൈസ്. പറയുകയാണെങ്കിൽ പോയി കാണുക, ഹാപ്പി ആവുക. ലൂസിഫർ 1 പോലെ ലൂസിഫർ 2ലും, അതായത് എമ്പുരാനിലും നമ്മുടെ ലാസ്റ്റിൽ മറ്റേ കുറേശ്യ വന്ന ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന സീനില്ല, അതുപോലെ ലൂസിഫർ 2ലും ഒരു സീനുണ്ട്, അറിയാലോ, മറ്റേ ആ ചൈനയുടെ സിമ്പിൾ ഡ്രാഗൺ സിമ്പിൾ ഒരാൾ അതിലെ കാണിക്കേണ്ട. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടിരുന്ന് കാണാൻ, ലാസ്റ്റ് വരെ കണ്ട ആളാരാന്ന് മനസ്സിലാവും. ഞാൻ പറയണില്ല, ഞാൻ മനസ്സിലാക്കി ആരാന്ന് കാണുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ള, ഞാൻ വലിയ റിവ്യൂ ഇടണമെന്ന ആളൊന്നല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഗൈസ്. സോ നമുക്കത് ഈ വീഡിയോ ഇവിടെ എൻ്റെ ഗൈസ് ഇത് അപ്ലോഡിനിട്ടെ, അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ പോട്ടെ ഗൈസ്. അപ്പോൾ കുറച്ച് പിന്നെ കാണാം ഗൈസ്, നാളെ കാണാം.